എല്ലാവർക്കും നമസ്കാരം. മാത്സ് വേയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി ക്ലാസ് 9 CBSEയുടെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം തുടങ്ങിയായിരുന്നല്ലോ. അതിൽ എക്സസൈസ് 1.1 വരെയാണ് ഫസ്റ്റ് ചാപ്റ്ററിന് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ എക്സാമ്പിൾസും എക്സസൈസ് 1.2 വരെയാണ് ചെയ്യുന്നത്. ഇറാഷണൽ നമ്പേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ എക്സസൈസ് 1.1 വരെ ചെയ്തു. ഇനി നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണെ. എന്താ ഇറാഷണൽ നമ്പേഴ്സ്? തോടെ നോക്കിക്കേ. എ നമ്പർ എസ് ഈസ് കോൾഡ് ഇറാഷണൽ ഇഫ് ഇറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം പി ബൈ ക്യൂ വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. എന്തായിരുന്നു റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? എ നമ്പർ ആർ ഈസ് കോൾഡ് റാഷണൽ if we can write it is in the form p by q where p and q are integers and q not equal to 0. അപ്പം റാഷണൽ അല്ലാത്ത നമ്പേഴ്സ് കാണത്തില്ല നമ്പർ സിസ്റ്റത്തിൽ, അതാണ് ഇറാഷണൽ നമ്പേഴ്സ്. എന്ന് വെച്ചാൽ ആ നമ്പേഴ്സിനെ നമുക്ക് p by q എന്ന് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ ഇറാഷണൽ നമ്പർ? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള യു ഓൾറെഡി നോ ദാറ്റ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി റാഷണൽസ് ഇൻഫിനിറ്റ്ലി മെനി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി ഇറാഷണൽ നമ്പേഴ്സ് ടു. റാഷണൽസ് ഇൻഫിനിറ്റ്ലി മെനി ഉള്ളതുകൊണ്ട് ഇറാഷണൽ അതിനനുസരിച്ചുള്ള ഇറാഷണൽസും കാണത്തില്ലേ. സോ ഇറാഷണൽ നമ്പേഴ്സും ഇൻഫിനിറ്റ്ലി മെനി കാണും. സം എക്സാമ്പിൾസ് നോക്കിക്കേ. √2, √3, √50, പൈ, 0.1, 0.1, 0.111, 0.11 എക്സെട്ര. അതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 3 എന്തു പറഞ്ഞിരിക്കുന്നത്? ലൊക്കേറ്റ് √2 ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ √2 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ ലൊക്കേറ്റ് √2 ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ √2 വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുക. സാധാരണ പോലെ തന്നെ 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്ത് ഒരു സ്കെയിൽ കൊണ്ട് നമ്മൾ നമ്പർ ലൈൻ വരച്ചു. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഇനി നമ്മൾ ഒരു OA എന്നും പറഞ്ഞൊരു പോയിൻ്റ് എടുക്കുക. ആ OA എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? OA ഇതാണ് A. OA എന്നെടുത്തു. OA എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. എടുത്തേ, ഇത് OA കേട്ടല്ലോ. ഇതാണ് O, ഇത് A. OA എന്നും പറഞ്ഞ് എടുത്തു. 0 മുതൽ 1 വരെ എടുത്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡ്രോ AB ഓഫ് യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു OA. OAയിൽ നിന്നും ഒരു AB വരയ്ക്കുക. യൂണിറ്റ് ലെന്ത് ആയിരിക്കണം പെർപെൻഡിക്കുലർ ടു OA ആയിരിക്കണം. അത് വരയ്ക്കുവാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു 1 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ വരച്ചു. ഇത് B. അപ്പോൾ AB എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്ത് എവിടെ നിന്നാണ് വരച്ചത്? OAയിൽ നിന്നും വരച്ചു. ഇനി എന്ത് ചെയ്യണം? OB ജോയിൻ ചെയ്യുക. OB ജോയിൻ ചെയ്തു. ഇപ്പം നമുക്കൊരു എന്ത് ട്രയാങ്കിളായിട്ട് മാറി? റൈറ്റ് ട്രയാങ്കിളായിട്ട് മാറിയില്ലേ? അപ്പം നമുക്കിനി പൈതഗോറസ് തിയറം യൂസ് ചെയ്യാമല്ലോ. ദെൻ ബൈ പൈതഗോറസ് തിയറം നമുക്ക് എന്ത് പറയാൻ പറ്റും? OB എന്ന് പറഞ്ഞാൽ എന്താണ്? √OB എന്ന് പറഞ്ഞാൽ OA² + AB² അല്ലേ? ഇവിടെ OA എത്രയാണ്? OA എന്ന് പറഞ്ഞാൽ 1² + AB എത്രയാണ്? നമ്മൾ 1 ആയിട്ടല്ലേ എടുത്തത്, യൂണിറ്റ് ആയിട്ടല്ലേ എടുത്തത്. അപ്പോൾ 1² ദാറ്റ് ഈസ് ഈക്വൽ ടു √1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √2. അപ്പം നമുക്ക് എന്ത് കിട്ടി? OB എന്ന് പറഞ്ഞത് √2 ആണെന്ന് കിട്ടി. OB എന്ന് പറഞ്ഞത് √2 ആണെന്ന് കിട്ടി. OB √2 ആണെങ്കിൽ നമുക്കിനി എന്താ? √2 നമ്പർ ലൈന് വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ O സെൻറ്റർ ആക്കിക്കൊണ്ട് കോമ്പസ് കൊണ്ട് ഓയിൽ കുത്തിയിട്ട് B ലെങ്ത് ഉള്ള ഒരു ആർക്ക് ഏത് നമ്പർ ലൈനിൽ മുട്ടിയാൽ മതി. ഓയിൽ കുത്തിക്കൊണ്ട് B ലെങ്ത് ഉള്ള ആർക്ക് നമ്മുടെ നമ്പർ ലൈനിൽ മുട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ലൈനിൽ √2 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ √2 എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. ഇതാണ് അപ്പോൾ നമ്മുടെ √2. അപ്പം നമ്പർ ലൈനിൽ √2 എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ √2 എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചില്ലേ നമ്പർ ലൈനിൽ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഇത് എഴുതി വെച്ചതിന് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ കുറച്ച് മനസ്സിലാകും. ഇത് വായിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ വരച്ചത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് ഡൗട്ട് അടിക്കും. നോക്കിക്കേ. ഓൺ ദ നമ്പർ ലൈൻ ടേക്ക്
OA equal to 1 unit such that the point O coincides with 0. എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. സാധാരണ നമ്പർ ലൈൻ സ്കെയിൽ കൊണ്ട് വരയ്ക്കുക, നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു OA എടുക്കുക. ഇത് കണ്ടോ, ഇവിടെ OAയുടെ ലെങ്ത് എത്രയായിരിക്കണം? 1 ആയിരിക്കണം. പോയിൻ്റ് O എവിടെ ആയിരിക്കണം? 0-ലായിരിക്കണം. അങ്ങനെ OA എടുത്തു. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഡ്രോ AB ഓഫ് യൂണിറ്റ് ലെങ്ത്. ഒരു AB വരയ്ക്കുക. AB എന്തായിരിക്കണം? യൂണിറ്റ് ലെങ്ത് ആയിരിക്കണം. കണ്ടോ? നേരെ അത് പെർപെൻഡിക്കുലറും ആയിരിക്കണേ. ലെങ്ത് പെർപെൻഡിക്കുലർ ടു OAയിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു OB വരയ്ക്കുക Aയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? OB ജോയിൻ ചെയ്യുക. Oയും Bയും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. ദെൻ ബൈ പൈതഗോറസ് തിയറം OB ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 എന്ന് കിട്ടിയോ? അപ്പോൾ നമുക്ക് OB √2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി? √2 നമ്പർ ലൈൻ വരയ്ക്കുക. വിത്ത് O ആസ് സെൻറ്റർ ആൻഡ് OB ആസ് റേഡിയസ്. O സെൻറ്റർ ആക്കിക്കൊണ്ട് OB റേഡിയസിൽ ഡ്രോ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇങ്ങനെ ആർക്ക് വരയ്ക്കുമ്പോൾ അതെൻ്റെ നമ്പർ ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണം. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത്? √2. ദാറ്റ് പോയിൻറ്റ് കറസ്പോണ്ട് ടു √2 ഓൺ ദ നമ്പർ ലൈൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് √2 എന്ന് കിട്ടി. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ലൊക്കേറ്റ് √3 ഓൺ ദ നമ്പർ ലൈൻ. √3 നമ്പർ ലൈൻ ലൊക്കേറ്റ് ചെയ്യണം. നമ്മൾ √2 ഓൾറെഡി ലൊക്കേറ്റ് ചെയ്ത് മനസ്സിലായില്ലേ? അത് വെച്ച് തന്നെയാണ് √3. അപ്പം നമ്മൾ √3 നിങ്ങളോട് നമ്പർ ലൈൻ ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? √2 വരയ്ക്കണം. നമ്പർ ലൈനിൽ √2 മാർക്ക് ചെയ്തിട്ട് വേണം √3 ചെയ്യാൻ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി എന്ത് ചെയ്യണം? ഡ്രോ BC ഓഫ് യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു OB. OBയിൽ നിന്ന് ഒരു BC വരയ്ക്കുക. അതിൻ്റെ യൂണിറ്റ് ലെങ്ത് ആയിരിക്കണം. OBയിൽ നിന്നും ഒരു BC വരയ്ക്കുക. ഇങ്ങനെ വരച്ചാലോ? OBയിൽ നിന്ന്, ഇതാണ് OBയിൽ നിന്ന് ഒരു യൂണിറ്റ് ലെങ്തിൽ ഒരു BC, ഇത് C ആയിട്ടെടുത്തു. വരച്ചേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് 1 ആണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? OB കണ്ടുപിടിച്ചില്ലേ? എന്തുവായിരുന്നു OB എന്ന് പറയുന്നത് √2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ OC ജോയിൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയില്ലേ? ഇത് 90 ഡിഗ്രി ആയി. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പിന്നെയും പൈതഗോറസ് തിയറം യൂസ് ചെയ്തൂടെ? ദെൻ ബൈ പൈതഗോറസ് തിയറം നമുക്ക് എന്ത് പറയാൻ പറ്റും? OC ഈക്വൽ ടു റൂട്ട് ഓഫ് OB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് √2 ദ ഹോൾ സ്ക്വയർ പ്ലസ് BC എത്രയായിരുന്നു? 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു √2ൻ്റെ സ്ക്വയർ 2 തന്നെ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടിയില്ലേ? അപ്പം നമുക്കിപ്പം OC എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? √3 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി √3 നമ്പർ ലൈൻ വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ Oയിൽ കുത്തിക്കൊണ്ട് Cയിൽ നിന്നും നമ്പർ ലൈനിലേക്ക് ഒരു ഇത് വരച്ചേ. കണ്ടോ? അപ്പോൾ ഈ √2ൻ്റെ അടുത്തൊരു പോയിൻ്റ് നമുക്ക് കിട്ടിയില്ലേ? ഇവിടെ √2 കിട്ടി, അതിൻ്റെ അടുത്ത് കിട്ടി. അതാണ് നമ്മുടെ √3. മനസ്സിലായോ? നമ്മളിപ്പോൾ √2 വരച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ √3 വരച്ചില്ലേ നമ്പർ ലൈനിൽ? അതിന് എങ്ങനെയാണെന്നൊരു എക്സ്പ്ലനേഷൻ നോക്കിയാലോ. ഇൻ ദ എബോവ് ഫിഗർ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? √2 വരച്ചു. ആ ഫിഗറിൽ തന്നെ എന്ത് ചെയ്യണം? ഡ്രോ BC ഓഫ് യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു OB. OBക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു BC, കണ്ടോ? BC എന്ന് പറഞ്ഞത് വരയ്ക്കുക. അതെന്തായിരിക്കണം? യൂണിറ്റ് ലെങ്ത് ആയിരിക്കണം. എന്നിട്ട് Oയും Cയും കൂടെ ജോയിൻ ചെയ്തു. ഇനി അപ്പോൾ എന്തായി? അതൊരു റൈറ്റ് ട്രയാങ്കിളായി. 90 ഡിഗ്രിയാണ് ആംഗിൾ OBCയിൽ വരുന്നത്. അപ്പോൾ പൈതഗോറസ് തിയറം എഗെയിൻ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായിട്ടും? OC എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് √2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √3 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് OC എന്ന് പറയുന്നത് √3 കിട്ടി. ഇനി എന്ത് ചെയ്യണം? വിത്ത് O ആസ് സെൻറ്റർ ആൻഡ് OC ആസ് റേഡിയസ് ഡ്രോ ആൻ ആർക്ക് ഇൻ്റർസെക്റ്റിംഗ് ദ നമ്പർ ലൈൻ. നമ്മൾ നേരത്തെ വരച്ച പോലെ O സെൻറ്റർ ആക്കിക്കൊണ്ട് OC റേഡിയസിൽ ഒരു ആർക്ക് നമ്പർ ലൈനിൽ മുട്ടുന്ന രീതി വരയ്ക്കുക. അത് നമ്പർ ലൈനിൽ മുട്ടുന്ന ഏത് പോയിന്റിലായിരിക്കും? √3ൽ. ഇൻ ദ സെയിം വേ വി ക്യാൻ ലൊക്കേറ്റ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ. ഇങ്ങനെ എന്ത് പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ സ്ക്വയർ റൂട്ട് മാർക്ക് ചെയ്യാനും ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് √2 വരയ്ക്കാൻ പഠിച്ചു, √3 വരയ്ക്കാൻ പഠിച്ചു.
അപ്പോൾ നമ്മൾ എക്സാമ്പിൾ 3യും എക്സാമ്പിൾ 4ഉം ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ലൊക്കേറ്റ് റൂട്ട് 2 ഓൺ നമ്പർ ലൈനും ലൊക്കേറ്റ് റൂട്ട് 3 ഓൺ ദ നമ്പർ ലൈനും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ. ഇൻ ദ സെയിം വേ യു ക്യാൻ ലൊക്കേറ്റ് റൂട്ട് n ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n ആഫ്റ്റർ റൂട്ട് n മൈനസ് 1 ഹാസ് ബീൻ ലൊക്കേറ്റഡ്. അപ്പോൾ ഏതൊരു എന്നിനും റൂട്ട് എന്നിനും വേറെ n എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ആഫ്റ്റർ റൂട്ട് n മൈനസ് 1 ഹാസ് ബീൻ ലൊക്കേറ്റഡ്. റൂട്ട് n മൈനസ് 1 ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു റൂട്ട് എന്നും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റൂട്ട് 3 എങ്ങനെ ലൊക്കേറ്റ് ചെയ്തത്? റൂട്ട് 2 ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ റൂട്ട് 3 ലൊക്കേറ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെ ഏതൊരു റൂട്ടിനും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കേ, എക്സസൈസ് നോക്കിക്കേ, എക്സസൈസ് 1.2. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഒന്നാമത്തെ എവരി ഇറാഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ. രണ്ടാമത്തെ എവരി പോയിൻ്റ് ഓൺ ദ നമ്പർ ലൈൻ ഈസ് ഓഫ് ദ ഫോം റൂട്ട് m വേർ m ഈസ് എ നാച്ചുറൽ നമ്പർ. മൂന്നാമത്തെ എവരി റിയൽ നമ്പർ ഈസ് എ ഇറാഷണൽ നമ്പർ, ഈസ് ആൻ ഇറാഷണൽ നമ്പർ. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റിൻ്റെ സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫോൾസ്. അതിൽ ഒന്നാമത്തെ എന്തുവാ? എവരി ഇറാഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ. ആണോ? ട്രൂ. സിൻസ് റിയൽ നമ്പേഴ്സ് ആർ ദ കളക്ഷൻ ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഒരുമിച്ച് ചേരുന്നതാണ് റിയൽ നമ്പേഴ്സ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. രണ്ടാമത്തെ നോക്കിക്കേ, എവരി പോയിൻ്റ് ഓൺ ദ നമ്പർ ലൈൻ ഈസ് ഓഫ് ദ ഫോം റൂട്ട് m വേർ m ഈസ് എ നാച്ചുറൽ നമ്പർ. ആണോ? നമ്പർ ലൈനിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും അത് നമുക്ക് റൂട്ട് m എന്ന് എഴുതാൻ പറ്റും. m എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണെന്ന്. ആണോ? അല്ല, ഫോൾസ്. കാരണം എന്താ? 0 ഈസ് എ പോയിൻ്റ് ഓൺ ദ നമ്പർ ലൈൻ. 0 നമ്പർ ലൈനിൽ ഒരു പോയിൻ്റ് അല്ലേ? ബട്ട് 0 ഈസ് നോട്ട് ദ സ്ക്വയർ റൂട്ട് ഓഫ് എനി നാച്ചുറൽ നമ്പർ. 0 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ആണോ? അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എവരി പോയിൻ്റ് ഓൺ ദ നമ്പർ ലൈൻ ഈസ് ഓഫ് ദ ഫോം റൂട്ട് m വേർ m ഈസ് എ നാച്ചുറൽ നമ്പർ ട്രൂ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത മൂന്നാമത്തത് എവറി റിയൽ നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. എല്ലാ റിയൽ നമ്പറും ഇറാഷണൽ നമ്പറാണോ? എല്ലാ ഇറാഷണലും റിയൽ നമ്പറാണെന്ന് പറയുന്നത്. പക്ഷേ എല്ലാ റിയൽ നമ്പറും ഇറാഷണൽ ആണോ? അല്ല, ഫോൾസ്. കാരണം എന്താ? 2, 3, 4 അതൊക്കെ എന്താ? റാഷണൽസ് ആണ്. അത് റാഷണൽസും ആണ് റിയൽ നമ്പേഴ്സും ആണ്. പക്ഷേ അത് ഇറാഷണൽ ആണോ? അല്ല. അതുകൊണ്ട് അത് ഫോൾസ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആർ ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇറാഷണൽ? ഇഫ് നോട്ട്, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ദാറ്റ് ഈസ് എ റാഷണൽ നമ്പർ. സ്ക്വയർ റൂട്ട് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇറാഷണൽ ആണോ എന്ന്. ആണോ? അല്ലെങ്കിൽ ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ദാറ്റ് ഈസ് റാഷണൽ. റാഷണൽ ആയിട്ടുള്ളൊരു സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളൊരു നമ്പർ പറയാം, എക്സാമ്പിൾ പറയാം. ആണോ? ആൻസർ എന്തുവാ? നോ. കാരണം എന്താ? റൂട്ട് 4 ഈക്വൽ ടു 2. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അതെന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ദാറ്റ് ഈസ് എ റാഷണൽ നമ്പർ ആയിട്ടുള്ളൊരു സ്ക്വയർ റൂട്ടിൻ്റെ എക്സാമ്പിളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പർ ഇറാഷണൽ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ചെയ്തു. ഇനി മൂന്നാമത്തെ നോക്കിക്കേ, ഷോ ഹൗ റൂട്ട് 5 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ എ നമ്പർ ലൈൻ. റൂട്ട് 5 എങ്ങനെ നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കുന്നത്. ഷോ ഹൗ റൂട്ട് 5 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ എ നമ്പർ ലൈൻ. റൂട്ട് 5 എങ്ങനെ വരയ്ക്കാം? റൂട്ട് 5 വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റൂട്ട് 2 വരയ്ക്കണം, പിന്നെ റൂട്ട് 3 വരയ്ക്കണം, റൂട്ട് 4 വരയ്ക്കണം, റൂട്ട് 4ഉം വരയ്ക്കണം, ഈക്വൽ ടു 2 അതും വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? റൂട്ട് 5 വരയ്ക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, റൂട്ട് n വരയ്ക്കണം എന്നുണ്ടെങ്കിൽ റൂട്ട് n മൈനസ് 1 വരെ വരച്ചിട്ട് വേണം റൂട്ട് n വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് റൂട്ട് 5 വരയ്ക്കണമെങ്കിൽ റൂട്ട് 4 വരെ വരച്ചിട്ട് വേണം റൂട്ട് 5 വരയ്ക്കാൻ. എങ്ങനെ വരയ്ക്കാം? ഇതൊന്ന് വരച്ച് നോക്കണം. ഞാൻ വരച്ച് കാണിക്കുന്നില്ല കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം? ഒരു നമ്പർ ലൈൻ സാധാരണ പോലെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ റൂട്ട് 2 എങ്ങനെ വരച്ചാൽ അതേപോലെ വരയ്ക്കുക. ഓൺ ദ നമ്പർ ലൈൻ ടേക്ക് OA ഈക്വൽ ടു 1 യൂണിറ്റ്. OA എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുക. റോ AB ഈക്വൽ ടു 1 യൂണിറ്റ് പെർപെൻഡിക്കുലർ ടു OAക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് AB 1 യൂണിറ്റിലെടുക്കുക. OB ജോയിൻ ചെയ്യുക. ദെൻ OB ഈക്വൽ ടു റൂട്ട് 2 കിട്ടി. പിന്നെ റൂട്ട് 2 വേണമെങ്കിൽ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റോ BC വരയ്ക്കുക. അതും 1 യൂണിറ്റ് എടുക്കുക, പെർപെൻഡിക്കുലർ ടു OB. OC അപ്പോൾ എത്രയായി? OC റൂട്ട് 3 ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? CD പെർപെൻഡിക്കുലറായിട്ട് 1 യൂണിറ്റിലെടുക്കുക. എന്നിട്ട് OD ജോയിൻ ചെയ്യുക. അപ്പോൾ OD എത്രയായി? റൂട്ട് 4 ആയി, ഈക്വൽ ടു 2 ആയി. പിന്നെ എന്ത് ചെയ്യുക? DE 1 യൂണിറ്റിലെടുക്കുക. എന്നിട്ട് OE ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് റൂട്ട് 5 ആയിട്ട് OE കിട്ടും. OE എങ്ങനെയാണ് റൂട്ട് 5 എന്ന് കിട്ടുന്നത്? നമുക്കറിയാം, 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 1 ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് 5 എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് ഒ ഇ കിട്ടി. ഒ ഇ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒ ഇ നേരെ ഒരു ആർക്ക് വരയ്ക്കുക. എന്താ? ഒ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒ ഇ റേഡിയസ് √5 ആക്കി എടുത്ത് ഒരു ആർക്ക് ഇങ്ങോട്ട് നമ്പർ ലൈനിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് √5 ഇവിടെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ √5 വരെ, അപ്പോൾ ഏതൊരു നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഇറാഷണൽ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇങ്ങനെ. അതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷനാണ്. എഗെയിൻ റോ ഡി ഈക്വൽ ടു 1 ആണ്, 1 യൂണിറ്റ് പെർപെൻഡിക്കുലർ ടു ഒ ഡി. ദെൻ ഒ ഈക്വൽ ടു √2² + 1² ഈക്വൽ ടു √5 എന്ന് കിട്ടും. With O as center and OE as radius, draw an arc with which intersect the number line at P. Then P correspond to √5 is the number line. In the number line. Exercise 1.2-ലെ 1ഉം 2ഉം 3ഉം ചെയ്തു. നാലാമത്തെ ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ്. കൺസ്ട്രക്റ്റിംഗ് ദ സ്ക്വയർ റൂട്ട് സ്പൈറൽ. സ്ക്വയർ റൂട്ടിൻ്റെ സ്പൈറൽ ഇതേപോലെ വരയ്ക്കുന്നതാണ്. അതിൻ്റെ ഒരു ആൻസർ നോക്കിക്കേ. കൺസ്ട്രക്ഷൻ ഓഫ് എ സ്ക്വയർ റൂട്ട് സ്പൈറൽ. സ്ക്വയർ റൂട്ട് സ്പൈറൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ആ റൂട്ട് വരച്ചു, √3 വരച്ചു, അങ്ങനെ ഇങ്ങനെ വരച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. √2, √5, √6, √7, √2 എന്ന് പറഞ്ഞാൽ √4 അങ്ങനെ ഓരോന്ന് വരയ്ക്കുകയാണ്. അത് എങ്ങനെ വരയ്ക്കുന്നത്? ആദ്യം OP1 എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് എടുക്കുക. 1 യൂണിറ്റിൽ P1 P2 എന്ന് പറയുന്ന 1 യൂണിറ്റിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അപ്പോൾ OP2 എന്ന് പറയുന്നത് എന്തായിരിക്കും? √2 ആയിരിക്കും. പിന്നെ P2 P3യിൽ നിന്ന് ഒരു 1 യൂണിറ്റ് എടുക്കുക. അപ്പോൾ OP3 എന്ന് പറയുന്നത് √3 ആയിരിക്കും. പിന്നെ P3 P4 എന്ന് പറയുന്ന 1 യൂണിറ്റ് എടുക്കുക. അപ്പോൾ OP4 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. പിന്നെ P4 P5 എന്ന് പറയുന്ന 1 യൂണിറ്റ് എടുക്കുക. അപ്പോൾ OP5 √5 ആയിരിക്കും. P5 P6 എന്ന് പറയുന്നത് 1 യൂണിറ്റ് എടുക്കുക. അപ്പോൾ OP6 എന്ന് പറയുന്നത് √6 ആയിരിക്കും. പിന്നെ P6ൽ നിന്ന് P7ലേക്ക് 1 യൂണിറ്റ് എടുക്കുക. അപ്പോൾ P7 എന്ന് പറയുന്നത് √7 ആയിരിക്കും. പിന്നെ P7ൽ നിന്ന് P8ൽ വരയ്ക്കുക. അപ്പോൾ P8 എന്ന് പറയുന്നത് √8 ആയിരിക്കും. ജസ്റ്റ് ജോയിൻ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്പൈറൽ പോലെ വരുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വേണമെങ്കിൽ പോകാം. അപ്പോൾ ഒരു സ്പൈറലിൻ്റെ ഷേപ്പ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഒരു പേപ്പറിൽ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്